കന്നുകാലികളെ കച്ചവടം ചെയ്യുന്നവരിൽ പലരും വിൽപ്പന രേഖകൾ സൂക്ഷിക്കാറില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും കേസുകളും ഉണ്ടായാലാണ് ആകെ പൊന്നാപ്പാകുന്നത്. പ്രത്യേകിച്ച് പരാതികൾ കോടതിയിലെത്തിയാൽ രേഖകളും തെളിവും ആവശ്യമാണ്. കൊല്ലം പൂവറ്റൂരിലെ ഒരു ക്ഷീരകർഷകൻ ഒരു പശുവിനെ വാങ്ങിയതുമായി ബന്ധപ്പെട്ട പരാതിയും കേസും കോടതി വരെ എത്തി. ഒടുവിൽ കോടതി ഉപഭോക്താവിനെ കബളിപ്പിച്ചതിന് നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവിട്ടു. കൊല്ലം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനാണ് അപൂർവമായ ഈ കേസിൽ ഉപഭോക്താവിന് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചത്. പുത്തൂർ മടത്തിനാപ്പുഴ സ്വദേശി രമണനാണ് 2023 ഫെബ്രുവരിയിൽ ഇടനിലക്കാർ മുഖേന ഒരു പശുവിനെ വാങ്ങിയത്. 12 ലിറ്റർ പാൽ പ്രതിദിനം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് 56,000 രൂപ നൽകിയായിരുന്നു പശുവിനെ വാങ്ങിയത്. ആറ്റുവാശ്ശേരി സ്വദേശികളായ കാഞ്ഞിരംവിളയിൽ ഉണ്ണികൃഷ്ണപിള്ള, ഭാര്യ ജയലക്ഷ്മി എന്നിവരിൽ നിന്നും വാങ്ങിയ പശു 6 ലിറ്റർ മാത്രം പാൽ നൽകിയതിനെ തുടർന്നാണ് ഉപഭോക്താവായ രമണൻ കോടതിയെ സമീപിച്ചത്. മാർച്ച് 11 പശു പ്രസവിച്ചെന്നും മാർച്ച് 16 മുതൽ പാൽ കുളക്കട ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലേക്ക് നൽകി തുടങ്ങിയെന്നും ഹർജിയിൽ വ്യക്തമാക്കി. എന്നാൽ ദിവസേന ലഭിച്ചത് 6 ലിറ്റർ മാത്രം പാൽ. കേസിന്റെ വിചാരണയ്ക്കിടെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണപിള്ള മരിച്ചു. തുടർന്ന് ഭാര്യ ജയലക്ഷ്മിക്കെതിരെ വിധി പ്രസ്താവിക്കുകയായിരുന്നു. കുളക്കട ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ കൊടുത്തിട്ടുള്ള റെസീപ്റ്റുകൾ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുത്തൂർ പോലീസ് സ്റ്റേഷൻ SHOയ്ക്ക് കൊടുത്ത പിന്നെ കംപ്ലയിൻറ്റ്, കൊല്ലം ജില്ലാ റൂറൽ SP കൊടുത്തതിൻ്റെ കംപ്ലയിൻറ്റ്, അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവരെ വിളിച്ചു വരുത്തി തയ്യാറാക്കിയിട്ടുള്ള എൻക്വയറി റിപ്പോർട്ട്, പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട്, അതായത് നമ്മൾ കൊടുത്ത കേസിനകത്ത് അവരെ വിളിച്ചു വരുത്തിയിട്ട് പോലീസ് അവരിൽ നിന്ന് എടുത്ത മൊഴി, ആ മൊഴിയുടെ രേഖയും നമ്മൾ അവിടെ ഹാജരാക്കിയിട്ടുണ്ട്. കമ്മീഷൻ വിധിച്ച പ്രകാരം രണ്ടാം പ്രതിയായ ജയലക്ഷ്മി ഹർജിക്കാരന് 56,000 രൂപയും മാനസിക പീഡനത്തിന് നഷ്ടപരിഹാരമായി 26,000 രൂപയും കൂടാതെ 10,000 രൂപ കോടതി ചെലവിനായും അടയ്ക്കണം. തുക 45 ദിവസത്തിനുള്ളിൽ നൽകാത്ത പക്ഷം 9% വാർഷിക പലിശയോടുകൂടി അടയ്ക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. വിധിയിൽ തൃപ്തനെന്ന് പരാതിക്കാരനും ക്ഷീരകർഷകനുമായ രമണൻ പറയുന്നു. വിധിയിൽ തൃപ്തിയുണ്ട്. 12 ലിറ്റർ പാല് പറഞ്ഞ് തന്നെയാണ്. ഈ 6 ചില്ലറ പാല് കിട്ടിയുള്ളൂ. അവരുടെ വീട്ടിൽ ചെന്ന് പറയുന്നതിനൊക്കെ അവർ കേട്ടില്ല. കേസ് കൊടുത്തനൊക്കെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തനൊക്കെ അത് അനുകൂലമായിട്ട് വന്നില്ല. SP ഓഫീസിൽ കൊടുത്തു. എന്നിട്ട് അവിടുന്ന് അന്വേഷണം വന്ന് എന്നിട്ടും ഇതായില്ല. പിന്നെ കോടതി പോകാൻ പറഞ്ഞ് അവർ പോലീസുകാർ പറഞ്ഞു കോടതി പോകാൻ പറഞ്ഞു. ഉപഭോക്തൃ കോടതി അങ്ങനെ പോയി. കേസിൽ കൊല്ലം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷണറായ SK ശ്രീല, സ്റ്റാൻലി ഹറോൾഡ് എന്നിവരാണ് വിധി പറഞ്ഞത്. ഹർജിക്കാരന്റെ വക്കീലായി അഡ്വക്കേറ്റ് പ്രവീൺ P പൂവറ്റൂരായിരുന്നു ഹാജരായത്. ന്യൂസ് 18 കൊട്ടാരക്കര.